ലെയറിങ് ചെയ്ത മത്തൻ ഇന്ന് ഞാൻ തിടുക്കത്തിൽ പോയിട്ട് അതിൻ്റെ താഴെവള്ളിയിൽ നിന്നുള്ള ഭാഗം മുറിച്ചിട്ടു. കണ്ടില്ലേ? ഇതാണ് വളർന്നു വരുന്ന, ഇനി പുതുതായിട്ട് ചെടിയായിട്ട് വളരുന്ന മത്തൻ. ഇത് 2 ദിവസം മുമ്പ് മുറിച്ചെടുക്കുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ അതിൽ താഴെവള്ളിയിൽ നിന്ന് വരുന്ന ഭാഗവും കാണാം. ഇതാ പുതുതായിട്ട് ഇനി ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ചെടിയായിട്ട് വളരാൻ പോകുന്ന ഭാഗവും കാണാം. ഇത് അന്ന് ലെയർ ചെയ്യാൻ കാരണം ഉണ്ടായത്, ആ ലെയർ ചെയ്ത ഭാഗത്ത് എന്തോ ജീവി തിന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ലെയറിങ് ചെയ്തില്ലെങ്കിൽ രക്ഷയില്ലാന്ന് തോന്നിയോണ്ട് ചെയ്തതാണ്. അല്ലാണ്ട് മത്തൻ ലെയർ ചെയ്യണമെന്ന് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. ഇതായിരുന്നു അതിൻ്റെ തല. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ തലയും പോയിട്ടുണ്ട്. ഇതാ തല ഏതോ വേറെ ജീവി മുറിച്ച് തിന്നിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് പുതിയ തളിര അവിടെ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ സൈഡിൽ. ഇത് സൂം ചെയ്തപ്പോഴാണ് ആ മത്തൻ്റെ മുകളിലുള്ള നാരുകളൊക്കെ കണ്ടില്ലേ, എന്തൊരു വലിയ മുടി പോലുള്ള നാരുകളാണ്. ഈ നാരുകളിൽ ചിലതാണ് രൂപപരിണാമം വന്നിട്ട് ഇതുപോലെ വേരാവുന്നത്. കേട്ടോ, ഓരോ ഏണുകളിലും ഇങ്ങനെ വേരുകൾ വരും. മണ്ണിൻ്റെ അടിയിൽ പോയ ഭാഗത്തും വേരുകളുണ്ട്. വേരുകൾ കണ്ടിട്ട് തന്നെയാണ് ലെയറിങ് ചെയ്യാൻ തീരുമാനിച്ചത്. മത്തന് സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ്. കാരണം മത്തൻ പടർന്ന വഴിക്കൊക്കെ വേരുകളുണ്ടാവും. അങ്ങനെ വേരുണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു സപ്പോർട്ടും ആണല്ലോ. മത്തൻ സാധാരണ നിലത്ത് പടർന്ന ചെടിയാണിത്. ഇപ്പം നിലത്തല്ല പടർത്തിയിരിക്കണേ, ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ മുകളിൽ കൂടിയാണ്. ഇവിടെ നിലത്ത് കോൺക്രീറ്റാണ്. അവിടെ പടർന്നാലും കാര്യമായിട്ട് വേര് പിടിക്കാനുള്ള സ്കോപ്പില്ല. അപ്പം ഇനി ഇത് എന്തുകൊണ്ടാണ് തിടുക്കത്തിൽ കട്ട് ചെയ്തത്? ഒരാഴ്ചയായിട്ടൊരു ലെയറിങ് ചെയ്തിട്ട്. സാധാരണ കുറേ കൂടെ ദിവസം കഴിഞ്ഞിരുന്നാൽ ഉറപ്പ് വന്നിട്ടേ ഞാൻ മറ്റേ ഭാഗം കട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ തിടുക്കത്തിൽ കട്ട് ചെയ്യാനുള്ള കാരണം ഇതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഈ വലിയ ചെടി 21 ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് ഈ മത്തൻ വളർന്നുകൊണ്ടിരുന്നത്. അപ്പം മത്തൻ്റെ ആദ്യത്തെ ഭാഗത്തെ കുറച്ച് ഇലകളൊക്കെ കുറച്ച് വാട്ടൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ അവിടെ കാണുന്നത് കുറേ റൂട്ട് നോഡ്യൂൾ പോലെ കണ്ടു. അപ്പോൾ സാധാരണ അവിടുത്തെ മണ്ണ് സ്പീഡിൽ നനച്ചപ്പോൾ തെറിച്ച് പോയതാണ്, പൈപ്പ് കൊണ്ട് നനച്ചപ്പോൾ. അപ്പോൾ സാധാരണ റൂട്ട് നോഡ്യൂൾ കാണുന്നത് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയും. പയറുവർഗ്ഗത്തിൽ മാത്രമേ റൂട്ട് നോഡ്യൂൾ കാണുള്ളൂ. അതവിടെ ഒരു റൈസോബിയം എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ വളരുന്നതാണ്. അതൊരു സിംബയോസിസ് ആണ്. കാരണം ആ ബാക്ടീരിയയുടെ ഉദ്ദേശം അവിടെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ആണത്. അപ്പോൾ ആ ബാക്ടീരിയ രണ്ടിനും ഗുണമാണ്. ചെടിക്കും നല്ലതാണ്, ബാക്ടീരിയയ്ക്കും ഗുണമാണ്. ചെടി വേണ്ട പോഷകങ്ങൾ ബാക്ടീരിയയ്ക്ക് കൊടുക്കും. ആ ബാക്ടീരിയ ആ നൈട്രജൻ ഫിക്സിങ്, വായുവിൽ നിന്ന് നൈട്രജൻ ഫിക്സ് ചെയ്ത് നൈട്രജൻ വളമാക്കി പയറുവർഗ്ഗങ്ങളായ ചെടികൾക്ക് കൊടുക്കും. പക്ഷേ മത്തൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാൻ ഇടയായത്. കാരണം മത്തന് ഇത് ഒരു നെമറ്റോഡ് ഇൻഫെക്ഷനായിട്ടാണ് പറയുന്നത്, നെമറ്റോഡ്. അപ്പോൾ നെമറ്റോഡ്സിൻ്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും. അപ്പോൾ അത് പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി ഞാൻ വായിച്ചു, ഈ അടുത്തൊരു ലേഖനം വായിച്ച്, സൾഫർ ഡയോക്സൈഡ് വായുവിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, മലിനീകരണം കൂടുതലുള്ളിടത്ത് ഈ നെമറ്റോഡിൻ്റെ ബാധ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ റോഡ് സൈഡിലായതുകൊണ്ട് മിക്കവാറും സൾഫർ ഡയോക്സൈഡ് എന്തായാലും റോഡിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. പണ്ടൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ട് സൾഫർ ഡയോക്സൈഡൊക്കെ ഉണ്ടാവും വാഹനത്തിൻ്റെ പുകയിൽ നിന്ന്. ഇനി അതുകൊണ്ടാണോ ഇത് കൂടുതൽ വന്നത്, അതോ അല്ലാണ്ട് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിപ്പോൾ ഈ മത്തൻ ചെടിയുടെ കാര്യം തീരുമാനമായി എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ലെയർ ചെയ്ത് വരുന്ന ഭാഗമെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഈ ചെടിച്ചട്ടിയിലെ മണ്ണും മറ്റേ ചെടിച്ചട്ടിയിലെ മണ്ണും ചിലപ്പോൾ ഒരേ മണ്ണാവണമെന്നില്ല. ഞാനിവിടെ പോട്ടിംഗ് മിക്സ് വാങ്ങി നിറയ്ക്കാറാണ് ചെടിച്ചട്ടികളിൽ. അപ്പോൾ ഓരോ പ്രാവശ്യം കിട്ടുന്നത് വേറെ വേറെ സ്ഥലത്തു നിന്നുള്ള മണ്ണായിരിക്കും. അപ്പോൾ ഈ മണ്ണിൽ നെമറ്റോഡ് ഉണ്ടാവും, മറ്റേ മണ്ണിൽ അഥവാ ഭാഗ്യത്തിന് നെമറ്റോഡ് ഇല്ലെങ്കിൽ ലെയർ ചെയ്ത ഭാഗം രക്ഷപ്പെട്ടേക്കാം. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് തിടുക്കത്തിൽ മുറിച്ച് മാറ്റിയത്.